ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. പിന്നെ അതുകൊണ്ട് +1 ബയോളജീൻ്റെ പബ്ലിക് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബോട്ടണിയാണ്. ബോട്ടണി കുറച്ച് കറക്കി കുത്തി ചോദ്യങ്ങൾ ചോദിച്ച പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കുറേ പേർക്ക് ഈ ഒരു എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻ അത് എഴുതാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ അതിൽ സബ് ക്വസ്റ്റ്യൻ 3 ഉണ്ടെങ്കിൽ എ അറിയണമെങ്കിൽ ബി അറിയില്ല, ബി അറിയണമെങ്കിൽ സി അറിയില്ല. അത് തന്നെയായിരുന്നു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു ആൻസർ മീൻസ് ഒരു ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വൺ വേർഡൊക്കെ പറയുകയാണെങ്കിലും അത് കുറച്ച് കട്ടിയായിട്ട് ചോദിച്ച പോലെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ സിമ്പിളാണ്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചു വന്നവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ എന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സുവോളജി ആയിരുന്നു കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നത്. മോഡൽ എക്സാമിന് സുവോളജി അത്യാവശ്യം പഠിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സുവോളജി പെട്ടെന്ന് പഠിച്ചു തീർത്തു. പിന്നെ ബോട്ടണി പഠിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും അതാണെങ്കിൽ പഠിച്ച് തീരുന്നില്ല. പിന്നെ സമയം അങ്ങ് പോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടിയായിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ബോട്ടണി എന്തായാലും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്ന്. അപ്പോൾ ബോട്ടണി അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ മോഡൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. മീൻസ് ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ബുള്ളി ഫോം സെൽസ് ആണെങ്കിലും ഇപ്പോൾ സുവോളജിയിലാണെങ്കിൽ ഇപ്പോൾ കാർഡിയോഗ്രാഫ് ആ ഒരു സംഭവമൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡായി നമുക്ക് എഴുതാൻ പറ്റി. പിന്നെ ബാക്കി ഇപ്പോൾ സുവോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മറ്റേ നമ്മുടെ ആനിമൽ കിങ്ഡമാണ്. അപ്പോൾ അത് തന്നെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം കുറേ ഉത്തരത്തിന് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ സുവോളജിയിൽ മീൻസ് ബോട്ടണിയിൽ അങ്ങനെ ഭയങ്കര വെയിറ്റേജുള്ള ചാപ്റ്റർ എന്ന് പറയാൻ ഫോട്ടോസിന്തസിസ് ആണെങ്കിലും അതേപോലെ തന്നെ വെയിറ്റേജുള്ള വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പറയുമ്പോൾ ആനുവൽ കിങ്ഡം തന്നെ പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ സുവോളജി പറയുകയാണെങ്കിൽ വൺ വേർഡൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും ചിലതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പറയുകയാണെങ്കിൽ എന്താ മോഡൽ എക്സാം പോലെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സുവോളജി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടാസ്ക് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും ഇങ്ങനെ എന്താ പറയുക ഓരോ പിക്ചേഴ്സ് വന്നിട്ട് മീൻസ് ഓരോ ഡയഗ്രാംസ് വന്നിട്ട് അത് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടും മീൻസ് കൂടുതലും ഒരു ടാസ്ക് പോലെ അങ്ങനത്തെയാണ്. പക്ഷേ എന്താ പറയുക മറ്റേ ബോട്ടണി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിയറി പരമായിട്ടാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചാലാണ് ബോട്ടണിയിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിപ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ ഇങ്ങോട്ട് ഡിഗ്രീസ് ആണെങ്കിൽ ഇപ്പോൾ റിലാക്സ് ആണെങ്കിൽ അങ്ങോട്ട് കോൺട്രാക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി, വലിയ പണിയില്ല. പക്ഷേ ബോട്ടണി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ സുവോളജിയിലാണെങ്കിൽ മാച്ചസ് ഫോളോയിങ് ഉണ്ടായിരുന്നു, ബോട്ടണിയിൽ അത് ഉണ്ടായിരുന്നില്ല. അതിന് പകരം തോന്നുന്നു മറ്റേ പ്ലാൻ ഹോർമോണിൻ്റെ ചോദിച്ചത് ബോട്ടണിയിൽ. അപ്പോൾ അത് മാത്രം നന്നായിട്ട് എഴുതി. പിന്നെ സുവോളജിയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സുവോളജി കുഴപ്പമുണ്ടായിരുന്നില്ല. ബോട്ടണി ആയിരുന്നു മീൻസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം താഴെ കമന്റ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ദിവസം നന്നായിട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പഠിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ അങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ തലേ ദിവസമൊക്കെ ഇരുന്ന് പഠിക്കില്ലേ, അതേപോലെ അങ്ങ് പഠിക്കാൻ പറ്റുന്നില്ല. മീൻസ് തലേ ദിവസം എന്ന് പറയുമ്പോൾ മാത്സ് നമ്മൾ എത്ര പെട്ടെന്ന് ഇത് പോർഷൻസ് തീർക്കാൻ പറ്റണം ആ ഒരു രീതിയിലാണല്ലോ പഠിക്കുക. പക്ഷേ ആ സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങനെ പഠിച്ചായിരുന്നെങ്കിൽ തീർക്കാൻ പറ്റുമായിരുന്നു ഗൈസ്. പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിനി അടുത്ത എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാം ഫിസിക്സും മാത്സും ആണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ബയോളജി എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയാൻ. ഞാൻ പിന്നെ ഓരോ ആൻസറും അങ്ങനെ പറയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എഴുതിയത് പലതും തെറ്റാണ്. പിന്നെന്താ അതുകൊണ്ട് ഞാൻ പിന്നെ ആൻസറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ സുവോളജിയിലാണെങ്കിലും അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് എഴുതി. മീൻസ് സുവോളജി ഞാൻ പോൾ ഇട്ടപ്പോഴാണെങ്കിലും കുറേ പേര് സുവോളജി തൂക്കി, പിന്നെ ബോട്ടണി ടഫാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് രണ്ടും മീൻസ് ഈസി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സുവോളജി ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഈസി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഫിസിക്സ് എക്സാമിന് പഠിക്കണം. അപ്പോൾ ഒരാഴ്ചയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഫിസിക്സാണ് എനിക്ക് മീൻസ് ഞാൻ ABCD തൊട്ടിനി തുടങ്ങണം അങ്ങനെയാണെങ്കിൽ പറയാം. ഒട്ടുമായിട്ടില്ല. 1-2 ചാപ്റ്റേഴ്സ് മാത്രം കുറച്ചൊക്കെ അറിയെങ്കിലും ഇനി മീൻസ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് അങ്ങനെ തുടങ്ങണം. അപ്പോൾ നാളെ തൊട്ട് ഇനി പഠിക്കാൻ തുടങ്ങണം. ഇന്നെന്തായാലും നടക്കില്ല. അടുപ്പിച്ച് 3 എക്സാം കഴിഞ്ഞു, നമ്മൾ ടയേർഡായി. അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് ഇനി നാളെ തൊട്ട് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങണം.
അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാത്സിന് ഒരു ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണമെന്നാണ്. ബിക്കോസ് നമുക്ക് മാത്സ് ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ മോഡൽ എക്സാമിനും ടഫായിട്ടാണ് വന്നത്. എനിക്ക് ടഫായിട്ടായിരുന്നു. കുറേ പേർക്ക് നല്ല മാർക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് മീൻസ് പാസ്സാവുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ മാർക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിനും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 3 ദിവസത്തിൽ പഠിച്ച് കഴിഞ്ഞാൽ A+ എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഉറക്കമൊഴിച്ചൊക്കെ പഠിക്കേണ്ടി വരും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഈ ഒരു ഫിസിക്സിൽ ഉള്ള ആ ഒരു 6 ദിവസത്തിൽ ഒരു ദിവസം മാത്സ് പഠിക്കാനെടുക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മാത്സ് പഠിക്കണം. പിന്നെ ഫിസിക്സിന് ഒരാഴ്ച മതിയായിരിക്കും ഗൈസ്. പിന്നെ ഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മീൻസ് എനിക്ക് ടഫായതുകൊണ്ടാണ് എനിക്ക് ഫിസിക്സിലൊട്ട് മാർക്കില്ലാത്തത്. അല്ലാണ്ട് നോർമലായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫിസിക്സിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഫിസിക്സ് അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയുള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള എക്സാം എന്താവുമെന്നൊന്നും അറിയില്ല ഗൈസ്. മീൻസ് മോഡൽ എക്സാം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ മാത്സ് ആണ് എനിക്ക് അത്യാവശ്യം പേടി ഗൈസ്. മാത്സിൽ ഇപ്പോൾ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടില്ല. മീൻസ് അത് അത്യാവശ്യം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചാലാണ് മാത്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ മാത്രം ഒരു പേടിയുണ്ട് എന്താവും എന്നുള്ള കാര്യം. ഫിസിക്സ് ഇനി നാളെ തൊട്ട് പഠിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളാരെങ്കിലും ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്ര ഒന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.